കുഞ്ഞാപ്പോ കുഞ്ഞാപ്പോ എടാ കുഞ്ഞാപ്പോ ഇജ്ജ് പുറത്തേക്ക് ഇറങ്ങ. ഞാൻ അവിടെ കൊറേ വിളിച്ചല്ലോ കൊലയും വന്നിട്ട്. എന്താ എനിക്ക് പറ്റിയത്? അതെന്തേ? എന്നോട് പറയാനേ ഉമ്മ പറഞ്ഞേ എന്തായാലും പണിയും വ്യാപാരമൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ നിക്കണ്ട, മൂത്തന്മാരൊക്കെ ഒന്ന് പൊയ്ക്കോ, പോയിട്ട് വേഗം വരികയുണ്ട്. അവിടെ നിക്കണേ നിന്നോ, ഇത് നിക്കണൊക്കെ ശരി. ആ സെഫിയാത്താന്റെ മക്കളും മറ്റേ മക്കളൊക്കെ ഉണ്ടാവും. ഒറ്റങ്ങളായിട്ട് തല്ലുകൂടരുത്, നല്ലപോലെ കളിച്ച് നിക്കണം, വരാൻ നേരത്തേക്ക് പൊട്ടത്തരം ചെയ്യരുത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അമ്മാന്ന് പറഞ്ഞു. അനക്കണ്ട് എവിടെയും കുടുംബത്തിലും എവിടെയും പോയിണ്ടെങ്കിൽ 4 ദിവസം അങ്ങോട്ട് വരി, 4 ദിവസം അങ്ങോട്ട് വന്ന് നിന്നോളി, ഒന്നും പറയണ്ട, മൂത്താപ്പാനൊന്നും ഇപ്പൊ വിളിക്കണ്ട, ഉമ്മാക്കെ പണിയില്ലല്ലോ, ഉമ്മാക്ക് പനി പിടിച്ച കാണിപ്പോ പണിക്ക് നോക്കില്ല. അപ്പൊ ഉമ്മാന്റെ കജ്ജിയിൽ കായൊന്നും ഇല്ല. ഈ മൂത്താപ്പ വരി വിളിച്ചിട്ട് മൂത്താപ്പാനെ കജ്ജി മുടിച്ചിട്ട് കൊണ്ടുവരണ്ട കുഞ്ഞാപ്പ. മൂത്താപ്പ വരണ മാറിയല്ലേ, മൂത്താപ്പാക്ക് പത്തിരി മറിച്ചും മീൻ പൊരിച്ചതും. ഇപ്പൊ മീന് തീ പിടിച്ച വിലയല്ലേ, തോന്നുന്നുണ്ട്. തേങ്ങ അരച്ചിട്ടേ മൂത്താപ്പാക്ക് കൂട്ടാൻ പറ്റുള്ളൂ. തേങ്ങ അരച്ചാലേ മൂത്താപ്പ കൂട്ടുള്ളൂ. നിക്കണെങ്കിൽ 2-3 ദിവസം നിക്കും. അപ്പൊ അതിനൊക്കെ പറ്റൂല. ഇപ്പൊ ഇവിടെ അതിനുള്ള പാകല്ല. അതൊക്കെ അനുസരിച്ച് മാത്രം പോയിട്ട് 1-2 ദിവസം നിന്നോ, അതൊന്നും ഇനി ഇവിടെ നിന്ന് നീട്ടണ്ട. അങ്ങനെ മോനെ ഞാൻ മൂത്താപ്പാടൊക്കെ ചെന്ന് അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് മൂത്താപ്പി എല്ലാ സെഫാത്താന്റെ മക്കളൊക്കെ ചോദിച്ച് എല്ലാ കുഞ്ഞാപ്പോ ഇജ്ജ് എന്ത് വന്നാലും ഞാൻ വരാൻ നേരത്തിട്ടാ ഞങ്ങളെ വിളിക്കല്ലോ, ഇജ്ജപ്പ എന്താ വിളിക്കാത്ത ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഇങ്ങോട്ട് വിളിക്കാത്ത. അപ്പൊ മൂത്താപ്പ സത്യം മൂത്താപ്പാന്റെ കുട്ടി എന്താ വിളിക്കാതെ? ഞാൻ മൂത്താപ്പ വരിഞ്ഞ് വിളിക്കുമല്ലോ, മൂത്താപ്പാന്റെ കുട്ടി എന്താ വിളിക്കാത്ത തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു മൂത്താപ്പാനോട് ഞാന് ഒന്നുമില്ല, ഈ മൂത്താപ്പാനോട് എനിക്ക് പറയാ, വേറെ ആരോടും പറയരുത്, സത്യം ഇട്ടതാണ് ഉമ്മാനോട്. അപ്പൊ എന്താ ചോദിച്ചു, ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കണ്, മൂത്താപ്പാനെ വിളിച്ചോണ്ടെന്താന്ന് പറഞ്ഞേക്കണ്. എന്നിട്ട് അത് അപ്പ തന്നെ മൂത്താപ്പ ഞാൻ പോകുന്നതിന്റെ രസം ഉണ്ട്, ഉമ്മാക്ക് പോകാൻ വിളിക്കണം. മൂത്തുമ്മ എന്താടി എന്റെ ഓടുന്ന് എന്റെ മൂത്താപ്പത്ര തിന്നാനുള്ളത്, കുഞ്ഞാപ്പൂന് അങ്ങനെ പറഞ്ഞു വെച്ചിക്കണ്, ഇങ്ങനെ പറഞ്ഞു വെച്ചിക്കണ്. ഞാൻ പറഞ്ഞിങ്ങനെ മൂത്താപ്പൊക്കെ തിന്നോളും, പത്തിരി കൊടുക്കണം, തേങ്ങക്കൊക്കെ ഉമ്മനോട് ഉമ്മ പറഞ്ഞതൊക്കെ പറഞ്ഞ് മൂത്താപ്പൊക്കെ 5 ഉറുപ്പിക തന്നു ചെയ്തത്. ഇത് വാങ്ങാൻ വേണ്ടിട്ട്, ഇത് പറയാൻ വേണ്ടിട്ട് ലൈസ് വാങ്ങും ചെയ്യാലോ ഞാൻ പറഞ്ഞൊക്കെ. നീ മൂത്തുമ്മ പറയാത്ത ഇല്ല. അങ്ങനെ ഞാൻ വന്നിട്ട് ഇമ്മ പണിസ്ഥലത്തല്ലേ മൊബൈൽ കൊണ്ടുപോയിരുന്നത്. ഞാൻ വന്നപ്പോ ഇമ്മ ആയിക്കൂടെ പോയിട്ട് ചൂലിക്കട്ട് ചൂരൊക്കെ 2 അടി. ഗുരുത്തം കെട്ടവേ പറഞ്ഞതാ, മൂത്തുമാനി തെറ്റിച്ചില്ലേ. അപ്പൊ മോനെ പിന്നോട് പറയുന്ന ഒരു വൈക്കും പോണ്ട, ഇപ്പോൾ പരിച് അന്റെ കജ്ജും കാലും മുറിച്ചിട്ടിട്ട് അന്നെ കൊണ്ട് നല്ല ശല്യം അയക്കണ്. ഉമ്മ പറഞ്ഞ അമ്മ പറഞ്ഞു, ആൾക്കാരൊക്കെ പറഞ്ഞു എവിടെ നോക്കാനും കുഞ്ഞാപ്പു, എവിടെ നോക്കാനും കുഞ്ഞാപ്പു, കുഞ്ഞാപ്പിനെ കൊണ്ട് ശല്യം പറഞ്ഞല്ലേ, അതിനെ കൊണ്ട് ശല്യം അയക്കണ്. അതുകൊണ്ട് കജ്ജും കാലും മുറിച്ചിട്ട് ചോറ് തരും. അപ്പൊ ഞാൻ പറയുമ്പോ കജ്ജും കാലും മുറിച്ചിട്ടൊക്കെ നടക്കാൻ പറ്റില്ലല്ലോ, അവിടെ കിടന്ന ചെയ്യാ, ഇനി അവിടക്ക് പോണ്ട ഇവിടക്ക് പോണ്ടെന്ന് പറഞ്ഞിട്ട് കലിയും തുള്ളി ഇമ്മ രാവിലെ പോയതാണ്. അത് ശരി, അങ്ങനെയാണല്ലേ. തീരെ വച്ചായിട്ട് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചത് എനിക്ക് ഇതായാ ബുദ്ധിമുട്ടൊക്കെ ആയല്ലോ. ഞാൻ കൊറേ ആയി അവിടെ നിന്നിട്ട് വിളിക്കണ്, എന്റെ കോലായ്മ വന്നിട്ട്. അവിടെ നിന്ന് വിളിച്ചാൽ എങ്ങനെ കേൾക്കുക? ഞാൻ ഇമ്മ ഇവിടെ ബേക്കറി എന്തെങ്കിലും എടുത്തോണ്ടോ വെച്ചിട്ട് അവിടത്തൊക്കെ തെരഞ്ഞു കൊടുക്കുന്നു. അത് ശരി. അവിടെ ഒരു കുന്തും കാണാം, ഒന്നുമില്ല. മാറ്റി ഇമ്മ തന്നെ തിന്നുണ്ടാവും, അല്ലെ മാറ്റി വെച്ചിട്ടുണ്ടാവും ചെറുക്കരുത് വെച്ചിട്ട്. ഇല്ല, ഞാൻ കുറച്ച മുന്നേ കുറച്ച് ചോറ് കഴിച്ചു കൊളത്തി പിടിച്ചിട്ടാണ്. അത് ശരി, തിന്നിട്ടുള്ള കൊളത്തി പിടിക്കലാണല്ലേ. അതിന്റെ എപ്പോഴും ഇങ്ങനെ കൊളത്തി പിടിക്കുക, അതിന്റെ അവധി ഇമ്മ അടി വേദന, ഭയങ്കര വേദന. വെച്ചാണ് ഞാൻ ഒന്ന് എടുക്കാൻ പോകുന്നത്. അല്ല ഇനി സുയിപ്പാവോ? ഇനി എന്ത് സുയിപ്പാവും, ഡോക്ടറെ കാണിക്കണ? സുയിപ്പായില്ലേ.
ആ ശരി. ഡോക്ടറെ പഠിക്കാൻ എൻ്റെ അമ്മാനെ കജ്ജിന് കാര്യമൊന്നുമില്ല. ഉമ്മ എന്നിട്ട് പണിക്കോയാ? ആ അമ്മ നീരിറക്കത്തിന് ഉള്ളിക വാങ്ങാനുണ്ട്. ഓരോന്ന് മേടിച്ചു വെക്കാം. അടിച്ചിട്ട് നീരിറക്കിയില്ലേ അമ്മ, അപ്പൊ ആ ഉള്ളിക മേടിച്ച് കുടിക്കണം. ആ അല്ലാതെ മേടിച്ചിട്ട് ഉമ്മ പഠിക്കാൻ പോയിക്കണ? ഉമ്മ ഓരോന്ന് വരുമ്പോ കൊണ്ടുവരേക്കാരോ. അത് ശരി. പണ്ട് പോയിട്ടുണ്ട് കളിയും തുള്ളിയിട്ട്. ഇജും തന്നെ കുഞ്ഞാപ്പ് ഇവിടെ പറഞ്ഞത് അവിടെ പറയാൻ പാടില്ലല്ലോ. മൂത്താപ്പ കായ് തരുന്നല്ലേ പറഞ്ഞത്. ചോദിച്ചപ്പോ ഇപ്പൊ എന്നോട് പറഞ്ഞു മൂത്താപ്പന്റെ കായും കിട്ടി അടി ഇവിടുന്ന് കിട്ടും ചെയ്തല്ലേ. ഇനി ആരോടും പറയണ്ട, എന്നോട് ഇനി പറയുന്ന വേറെ അമ്മാട് പറയണ്ട. ഞാൻ ആരോടും പറഞ്ഞില്ല. ഇമ്മ അതിനെക്കാട്ടി വേറെ തല്ലു തരും. ഇമ്മ പറഞ്ഞിങ്ങനെ പല്ലും ചുണ്ടൊക്കെ ഒതുക്കി ആക്കിക്കൊണ്ട് ചെറിയൊക്കെ ഒതുക്കിക്കൊണ്ട് ഇനി ആരും വന്നാൽ അതിന് വളമ്പാൻ നിക്കണ്ടെന്ന് പറഞ്ഞല്ലേ. എന്നോട് പറഞ്ഞു പറഞ്ഞപ്പോ നുണ പറയാൻ പാടില്ലാത്ത കാര്യം നന്നായി. എന്തായാലും എല്ലാരും നുണ പറയാൻ നമുക്ക് പാടില്ലല്ലോ. അത് പാടില്ല. കുഞ്ഞാപ്പ് നുണ പറയലില്ലല്ലോ അല്ലേ? ഞാൻ നുണ അറിയുന്നില്ല. ഞങ്ങളങ്ങനെ പഠിച്ചിട്ടില്ല. ഞങ്ങൾ തറവാട്ടുകാരാണ്. ഞങ്ങൾ നുണ അറിയാലോ ഒന്നും ഞങ്ങൾ നുണ പറയാത്ത കാരണമാണ് എനിക്ക് അടി കിട്ടണത്. കാരണം അടി കിട്ടിയത്. എന്നാ ആയിക്കോട്ടെ കുഞ്ഞാപ്പ് കൈ കിടന്നോ കേട്ടാ. കാത്തുക്കല്ലേ.